നമസ്കാരം. സത്യം മാത്രമേ ജയിക്കൂ. പരിശുദ്ധ ഗീവർഗീസ് തിദിയൻ കാതോലിക്ക ബാബയുടെ വാക്കുകളാണ്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ഒരു കുറിപ്പിന്റെ തലക്കെട്ടുമാണ്. തിരുവനന്തപുരത്തെ ബാബ പറമ്പിനെ സംബന്ധിച്ച് തിരുവനന്തപുരം RDO കഴിഞ്ഞ ദിവസം ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. യാക്കോബായ പള്ളിക്ക് വേണ്ടി ഇഗ്നാത്യൂസ് പാത്രിയാർക്ക എന്ന പേരിൽ ഉണ്ടായിരുന്ന സ്ഥലത്തിന്റെ തണ്ടപ്പേര് അതിന്റെ യഥാർത്ഥ ഉടമയായ മലങ്കര മെത്രാപ്പോലിത്ത ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാബയുടെ പേരിലേക്ക് മാറ്റിയ നടപടി റദ്ദ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ്. പാളയം സെന്റ് ജോർജ് ഓർത്തഡോക്സ് സിറിയൻ കത്തീഡ്രൽ പള്ളി കൈക്കാരൻ ജോർജ് തോമസിന്റെ സന്തോഷ പ്രകടനം കണ്ടാൽ ഈ സ്ഥലം പള്ളിയുടെ പേരിലേക്ക് തണ്ടപ്പേര് മാറ്റിയെന്ന് തോന്നും. പക്ഷെ ആ ഉത്തരവ് ആ പള്ളിക്ക് അനുകൂലമായിട്ടല്ല, പാത്രിയാർക്കീസ് അനുകൂലമായിട്ടാണ്. അതിനാണ് വലിയ സന്തോഷ പ്രകടനം. പാത്രിയാർക്കീസിന് പോയാലും ഒരു കാരണവശാലും നമ്മുടെ മലങ്കര മെത്രാപ്പോലിത്തയ്ക്ക് ഇതിന്റെ അവകാശം കിട്ടരുത്. ഈ ഉദ്ദേശത്തോടെ വലിയ സ്വാധീനം ഡൽഹിയിൽ വരെ ചെലുത്തി സമ്പാദിച്ച ഉത്തരവാണിത്. 1875 അന്നത്തെ മലങ്കര മെത്രാപ്പോലിത്തയായിരുന്ന പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവന്യാസ്യോസ് മെത്രാപ്പോലിത്ത പരിശുദ്ധ ഇഗ്നാത്യോസ് പത്രോസ് തൃതീയൻ പാത്രിയാർക്കീസിന്റെ പേരിൽ അന്ന് വാങ്ങിയ സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശം ഒരു കാലത്തും 1900 മാത്രം സ്ഥാപിതമായ സെന്റ് ജോർജ് ഇടവകയ്ക്ക് ലഭിച്ചിട്ടില്ല, ഇനി ലഭിക്കുകയുമില്ല. RDOയുടെ ഈ ഉത്തരവിന്റെ അവസാന ഭാഗത്ത് ബാവ തിരുമേനിക്ക് തിരുവനന്തപുരം കളക്ടർക്ക് അപ്പീൽ നൽകുന്നതിന് അനുവദിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ അപ്പീൽ കൊടുക്കാം. അതനുസരിച്ച് അപ്പീൽ നൽകുകയും ചെയ്യും. 1934 ഭരണഘടന അനുസരിച്ചും മലങ്കര സഭയുടെ അതുപോലെ തന്നെ പള്ളികളുടെയും സർവ്വ സ്വത്തുക്കളുടെയും അവകാശി മലങ്കര മെത്രാപ്പോലിത്ത ആണെന്നുമുള്ള സുപ്രീം കോടതി വിധിയുള്ളതിനാൽ സത്യം മാത്രമേ ജയിക്കൂ. ഇങ്ങനെയൊക്കെ വളരെ സ്വാധീനം ചെലുത്തി നേടിയെടുത്ത ഉത്തരവ് എത്രയും പെട്ടെന്ന് നടപ്പാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സെന്റ് ജോർജ് ഓർത്തഡോക്സ് സിറിയൻ കത്തീഡ്രൽ ഇടവകയുടെ, അതായത് പാളയം പള്ളിയുടെ കൈക്കാരൻ ജോർജ് തോമസ് ഇപ്പോൾ പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിയും ഇടവക വികാരിയും പ്രതികളായി ചേർത്ത് ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്. ഇത് പരിശുദ്ധ ബാവ തിരുമേനിക്കെതിരെയുള്ള 17ാമത്തെ കേസാണ്. 1-2 17ാമത്തെ. ആവശ്യം മറ്റൊന്നുമല്ല, ബാവ പറമ്പ് പഴയ പേരിലാക്കി എത്രയും പെട്ടെന്ന് മാറ്റിത്തരണമെന്ന്. മകൻ ചത്താലും വേണ്ടില്ല, മരുമകളുടെ കണ്ണീര് കാണണം എന്ന അമ്മായിയമ്മയുടെ ഒരു ചിന്ത പോലെയാണ് സഭയ്ക്കെതിരെ ജോർജ് തോമസിനുള്ളത്. സഭയിൽ നിന്നുകൊണ്ട് ഭരണഘടനയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഇദ്ദേഹത്തിന്റെ നടപടി ഒന്നുമില്ലെങ്കിലും വിശ്വാസികളെങ്കിലും അത് മനസ്സിലാക്കണം. 1875 തിരുവനന്തപുരത്ത് പള്ളി ഉണ്ടാക്കുന്നതിന് മുമ്പ് പൂർവിക പിതാക്കന്മാർ സമ്പാദിച്ച സഭയുടെ പൊതുസ്വത്തുക്കൾ അന്യാധീനപ്പെടുത്താൻ ബാവ തിരുമേനിക്കോ അല്ലെങ്കിൽ മറ്റു മെത്രാപ്പോലിത്തമാർക്കോ സാധിക്കുകയില്ല. തന്നെയല്ല, സഭയുടെ പൊതുസ്വത്ത് ഒരു ഇടവകയ്ക്ക് മാത്രമായി നൽകിയാൽ മറ്റു പള്ളിക്കാർ വെറുതെ ഇരിക്കുമോ? അവരും വിഹിതം ചോദിച്ചു വന്നാൽ ബാവ തിരുമേനി കുഴഞ്ഞത് തന്നെ. ഏതായാലും ചോറിങ്ങും കൂറങ്ങും, അതായത് മലങ്കര സഭയുടെ പള്ളി, ആ പള്ളിയിലെ കൈക്കാരനായിട്ട് ഇരുന്നുകൊണ്ട് ആ സഭയുടെ സ്വത്ത് വിഘടിത വിഭാഗത്തിന് പതിച്ചു കൊടുക്കാൻ വെമ്പൽ കൊണ്ട് നിൽക്കുന്ന ഒരു കൈക്കാരൻ. എന്താ, നല്ല ഇടപാടല്ലേ? ഏതായാലും ഇനിയെങ്കിലും ആ ഇടവകയിലെ ഇടവകക്കാർ ഈ സത്യമൊക്കെ തിരിച്ചറിയണം. ഇതാർക്ക് വേണ്ടിയാണ്, എന്തിനു വേണ്ടിയാണ്? പരിശുദ്ധ കാതോലിക്ക ബാവയ്ക്കെതിരെ കേസുകൾ കൊടുക്കുക, അതിനുള്ള പണം എവിടുന്നാ കണ്ടെത്തുന്നത്? ആരാ ചെലവാക്കുന്നത്? എവിടുന്ന് ആ പൈസ എടുത്താണ് കൊടുക്കുന്നത്? ഒരു കേസിന് ഹൈക്കോടതിയിലും ജില്ലാ കോടതിയിലും മജിസ്ട്രേറ്റ് കോടതിയിലൊക്കെ പോകണമെങ്കിൽ വക്കീൽ ഫീസ് ഇനത്തിലും മറ്റു ചെലവ് ഇനത്തിലും എത്ര രൂപ ചെലവ് വരും? അങ്ങനെ 17 കേസ്. ആരുടെയും കുടുംബസ്വത്തല്ലല്ലോ എടുത്ത് ചെലവാക്കുന്നത് കേസിന് വേണ്ടി. പള്ളിയിലെ പൈസയാണോ അതോ പുറത്ത് ആരെങ്കിലും സഹായിക്കാനുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല, അത് പറയാനും അറിയില്ല.
പക്ഷേ ഇതെല്ലാം ഒരു നാളിൽ പുറത്തു വരും. സത്യം ജയിക്കും. സത്യമേ ജയിക്കൂ, സത്യമേ ജയിക്കാവൂ.